മദീനയുടെ ഭരണാധികാരിയായ ചീഫ് ഖാദിയായ പള്ളിയിലെ ഇമാമായ എല്ലാറ്റിലും ഉപരി അന്ത്യപ്രവാചകനായ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എല്ലാ വാപ്പമാരും ചിന്തിക്കണം. ചിലര് ഒരു പഞ്ചായത്ത് മെമ്പറായാൽ അല്ലെങ്കിൽ 10 കാശ് കയ്യിലുണ്ടായാൽ മക്കളെ കെട്ടിച്ചേക്കുമ്പോ അവർക്ക് കൊടുക്കുന്ന ഉപദേശം, നീ അവിടെ പോയിട്ട് പണിയൊന്നും എടുക്കണ്ട, ഈ ശരിക്കും അവിടെ കടന്നോളുണ്ട്, ശരീരം അളകണ്ട എന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശമാണെങ്കിൽ അള്ളാന്റെ റസൂല് മകളോട് പറയുകയാണ്, മോളെ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ അതാ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആ ഭർത്താവിനെ സ്വീകരിച്ചു കൊണ്ടുപോകണം മകളെ. നോക്കൂ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതാണ് നല്ല അനുസരണയുള്ള ഭാര്യയുടെ ലക്ഷണം. ഭർത്താവതാ പ്രയാസപ്പെടുന്നവനാണ്, നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ പോയവനാണ്, മനസ്സും ശരീരവും തളർന്ന് അയാൾ കയറി വരികയാണ്. ഒരു ഹോട്ടൽ തൊഴിലാളിയാണ് നോക്കുക, അവിടുത്തെ ഒരു സപ്ലയർ ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും മാന്യമായ ഒരു ജോലികളിൽ ഒന്നതാണ്. അത് കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് അയാളെ മനസ്സിൽ എത്ര വേദന. ഒരാൾക്ക് വെള്ളം കൊടുത്തപ്പോ ഓൻ അതിലൊരു കരട് കണ്ടു, അതിന്റെ പേരിൽ 2 ചീത്ത വാക്ക്. വേറൊരാൾക്ക് ചായ ഓർഡർ ചെയ്തപ്പോ എത്തിക്കാൻ 2 മിനിറ്റ് വൈകി, അതിന്റെ പേരിൽ കുത്തുവാക്ക്. വേറെ ഒരുത്തന് പൊരിച്ച മീൻ കൊടുത്തപ്പോ അതിന്റെ വലിപ്പം കുറഞ്ഞ്, അതിന്റെ പേരിൽ ചീത്ത വാക്ക്. ഇത് കേട്ട് 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 അവസാനം മനസ്സ് മരവിച്ച് ഇയാൾ ചിന്തിക്കാണ്, എന്തിനീ പണി ഇട്ടെറിഞ്ഞു പോട്ടെ, ആവൂല എന്ന് കരുതി ഉച്ച നേരത്തെ ഇറങ്ങിപ്പോന്നാലോ എന്ന് വിചാരിച്ചപ്പം ഭാര്യയുടെ മനസ്സ് അയാളെ ഹൃദയത്തിൽ വന്നു, ഭാര്യയുടെ മുഖം. അയാൾ ചിന്തിച്ചു, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, കുട്ടികൾക്ക് ആഹാരം വിളമ്പണ്ടേ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എന്റെ കയ്യിലുള്ള മാംസത്തിന്റെയും മത്സ്യത്തിന്റെയും മുറ നോക്കി, മിഠായിയുടെ പൊതി നോക്കി, അരിയുടെ സഞ്ചി നോക്കി, അതാ കുടുംബം അവിടെ നിൽക്കുന്നില്ലേ. ഇത് ചിന്തിച്ചുകൊണ്ടാണ് അയാൾ പിന്നെയും ഈ ചീത്തവാക്ക് കേട്ട് ജോലി തുടർന്നതെങ്കിൽ അയാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അങ്ങാടിയിൽ വെച്ച് കേട്ട, ഹോട്ടലിൽ വെച്ച് കേട്ട ചീത്തവാക്കുകളുടെ വേദന മുഴുവനും തന്റെ ഭാര്യയെ കാണുമ്പോൾ ഒലിച്ചിറങ്ങിപ്പോകണം. അതിനാ ഭാര്യതാ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്നേഹത്തോടെ ഭർത്താവിനെ ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ ഭാര്യമാരുടെ സ്വഭാവം കാണാം. ഭർത്താവ് വരുന്നുണ്ടെന്ന് കണ്ടാൽ ചില പെണ്ണുങ്ങൾ പോയിട്ട് അകത്ത് കിടക്കല. എന്നിട്ട് ഇയാള് ചെരുപ്പോണ്ട് വരച്ചാലും കൊല്ലിയോട്ട് കാറിയാലും കൊരച്ചാലും ഒന്നും ഇവള് കേൾക്കൂല. വാതിലിന് മുട്ടിയാലും ഇവളറിയില്ല. പിന്നെ ഉമ്മ മറ്റോ വന്ന് വായി തുറന്നു. പിന്നെ ഇയാള് റൂമിൽ കയറി ഉരുട്ടി നോക്കിയാലോ ഒരു വിവരവും ഉണ്ടാവില്ല. നുള്ളി നോക്കും, അപ്പോ നിങ്ങളെപ്പോ എത്തി, ഓളൊരു വിവരവും അറിയില്ല. എന്നിട്ട് എന്താ പറയാ, വല്ലാത്ത തലവേദന കൊണ്ട് കിടന്നതാണ് എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ വീഴില്ല. ഈ പെണ്ണുങ്ങളെ മനഃശാസ്ത്രം എന്താ അറിയില്ല. അവര് വിചാരിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹം എനിക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അവശതയും പ്രയാസവും രോഗവും ഇങ്ങനെ അഭിനയിച്ചാൽ അയാൾ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് തലോടി കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കാണിച്ച് അങ്ങനെ ഈ സ്നേഹം കിട്ടുക എന്നാണ് വിചാരിച്ചത്. അത് തെറ്റായ ധാരണയാണ്. സ്വന്തം പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും വിസ്മരിച്ചുകൊണ്ട് ഭർത്താവിന് സ്നേഹം കൊടുക്കാൻ ഒരാൾ ശ്രമിച്ചാൽ നിങ്ങൾ പറയാതെ നിങ്ങളെ വേദന വായിച്ചറിയാൻ ആ ഭർത്താവിന് കഴിയും. അയാള് 10 മടങ്ങ് സ്നേഹം തിരിച്ചു തരും. വേറെ ചിലർ ഇവിടെ ചിന്തിക്കലെന്താ, ഞാനിപ്പോ എന്തിനാണ് അങ്ങനൊക്കെ ഇറങ്ങിയെന്ന് സ്വീകരിക്കേണ്ട ആളൊന്നുമല്ല ഞാനിവിടെ വന്നത് വെറും കയ്യോടെയാണോ, 100 ആയിട്ട് വന്നതല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് ഇയാളെ സ്വീകരിക്കാൻ ഇറങ്ങിച്ചെല്ലേണ്ടത് എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ടാവും. അവിടെ നമ്മൾ ഓർക്കുക, പണം കൊണ്ട് ഒരാൾക്കും സ്നേഹം വാങ്ങാൻ കഴിയില്ല. അല്ലാഹു പറഞ്ഞില്ലേ, ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവാക്കിയാലും മനുഷ്യ മനസ്സുകളെ യോജിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് അല്ലാഹ് ഉണ്ടാക്കേണ്ടത്. സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു തരാതിരിക്കില്ല. പണം കൊടുത്ത് സ്നേഹം വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹം പങ്കുവെക്കാൻ വേണ്ടിയുള്ള പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ഹബീബായ നബി തങ്ങൾ മകളെ ഉപദേശിക്കുന്നു, വീട്ടിലേക്ക് കയറി വരുമ്പോ നീ ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കുക. റൂമിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, റൂമിലെത്തുന്നതിന് മുമ്പ് റൂമും പരിസരവും ഒക്കെ വൃത്തിയാക്കുകയും ബെഡും കസേരയും ഒക്കെ നേരെയാക്കുകയും ചെയ്യണം. അവിടെ ഇരുന്നാൽ ഭർത്താവിന് നീ എന്താണ് ആവശ്യം
അത് സാധിപ്പിച്ചു കൊടുക്കണം. അതിന്റെ മുന്നോടിയായി അദ്ദേഹത്തിന്റെ മേൽത്തട്ടം നീ വാങ്ങി അയലിലിടുക. ചെരുപ്പ് ഊരി വെച്ചാൽ അത് സൂക്ഷിക്കുന്നിടത്തേക്ക് നീ കയറ്റി വെക്കണം മകളെ. ശേഷം ഭർത്താവിന്റെ ചാരത്തിരുന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? വെള്ളമാണോ? അത് എത്തിച്ചു കൊടുക്കണം. ഭക്ഷണമാണോ? അത് എത്തിച്ചു കൊടുക്കണം. ശേഷം ഭർത്താവിന്റെ താല്പര്യങ്ങൾ ആരായുക, അതിനനുസരിച്ച് പെരുമാറുക. ഇങ്ങനെ കയറി വരുന്ന ഭർത്താവിനെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നവളാണ് നല്ല ഭാര്യ. അപ്പോഴാണ് പരസ്പര സ്നേഹത്തോടെയുള്ള കുടുംബജീവിതം ഉണ്ടാകുക. സ്നേഹമാണ് ഏറ്റവും അധികം വലിയ വിലപ്പെട്ട വിഭവം. അത് കൊടുക്കാൻ കഴിയണം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെ ഭാര്യമാര് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഈ കാലഘട്ടത്തിൽ അധിക ഭാര്യമാരും ഇത് അറിഞ്ഞിട്ടല്ല പെരുമാറുക. അവർക്ക് പരാതികളുടെ ഒരു പാണ്ഡം തന്നെ ഉണ്ടാവും. ഭർത്താവ് പോയതിനു ശേഷം ഭർത്താവിന്റെ അമ്മായിമ്മ നോക്കിയത്, നാത്തൂൻ എന്തോന്ന് പറഞ്ഞത്, അളിയൻകുട്ടി ഒന്ന് കളിയാക്കിയത്, ഇതൊക്കെ മോന്തന്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ വെച്ച് ഭർത്താവ് വരുമ്പോ പരാതിയോട് പരാതി. ഇങ്ങനെ പരാതി പറയുമ്പോ ഇയാള് വിചാരിക്കുക, എന്താ പോയി സമാധാനം കിട്ടാൻ വേണ്ടിയില്ല കല്യാണം കഴിച്ച്, അതിനിപ്പോ വേറൊന്ന് നോക്കണമെന്ന് ചിന്തിച്ചു. അങ്ങനെയല്ല. നിങ്ങൾ കണ്ടില്ലേ സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും അധികം പേടിയും ഭയവും പ്രയാസവും അനുഭവപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം സാന്ത്വനം കൊടുത്ത ഭാര്യയല്ലേ സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെ ഖദീജ ബീബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വേറെ ഒരു ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടില്ല. മുഴുവൻ കഴിച്ചത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്ത് ആയതിനു ശേഷമാണ്. ആ ബീവിയുടെ സമീപത്തല്ലേ 40-ാമത്തെ വയസ്സിൽ നുബുവ്വത്ത് കിട്ടിയപ്പോൾ അള്ളാന്റെ ഹബീബ് ഓടിക്കതച്ച് പനി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്നില്ലേ? ആ ചെന്ന സമയത്ത് എന്താ ഖദീജ ബീവിയുടെ പ്രതികരണം? നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഉണ്ടാമണ്ടി ചെന്ന് ചാടി പനിച്ച് കാലിന് മുറി പറ്റിയൊക്കെ വീട്ടിലേക്ക് വന്നാൽ എന്താ ഭാര്യ ചോദിക്ക, നിങ്ങളോട് ആരാടെ പോകുമ്പോ നിങ്ങൾ എന്തിനല്ലേ ഇവിടെ പോയത് അല്ലേ? അതിന് എതിരെ ചോദിച്ച് വേദനിപ്പിക്കുന്നതിന് പകരം സമാധാനിപ്പിക്കുക വേണ്ടത്. ഒരാൾ ഇലക്ഷനിൽ മത്സരിച്ചു, അയാൾ തോറ്റു. തോറ്റപ്പതാ എതിർ സ്ഥാനാർത്ഥികൾ അങ്ങാടിയിലുള്ള മുദ്രാവാക്യം വിളിച്ച് നടക്കുകയാണ്. ഇയാളെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് ചൂട്ടും കത്തിച്ച് തരയാണ്. സ്വന്തം പാർട്ടിപ്പെട്ടവർ തന്നെ ഇയാളോട് പറയാണ്, എന്നോടൊപ്പം തന്നെ പറഞ്ഞ് നിൽക്കണ്ട. അത് മറ്റോനാ നിന്നിരുന്നെങ്കിലും ജയിക്കൂലേ? പാർട്ടിക്കാരടുത്ത് പോകാൻ വയ്യ. അവസാനം സ്വന്തം ഭാര്യന്റെ അടുത്ത് സമാധാനം കിട്ടുന്ന വിചാരിച്ച് വന്നതാ. ഓളും എന്താ പറയുന്നത്, നിങ്ങളോട് യാപ്പാനല്ല, നിങ്ങൾ മത്സരിക്കാൻ നിൽക്കണ്ട, തോൽക്കാനായിട്ട് നിങ്ങൾ കോണ്ടിന്യൂ എന്ന് ചോദിച്ചാൽ അതോടെ പിന്നെ അയാൾക്ക് ഇനി ആത്മഹത്യ ചെയ്യലല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല. അവസാനത്തെ സമാധാനത്തിന്റെ തുരുത്താണ് ഭാര്യ. അവിടെ വരുമ്പം സാന്ത്വനം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചോ, നിങ്ങൾ എന്തിനാ ഹിറാ പർവ്വതത്തിലേക്ക് പോയത്? ആരാ നിങ്ങളോട് അവിടെ പോകാൻ പറഞ്ഞത്? ഇതൊന്നും ചോദിക്കാതെ അതാ മഹദി പറയുന്നു, നബിതങ്ങളെ നിങ്ങൾ വേദനിക്കേണ്ടതില്ല, അല്ലാഹ് നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല. നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളല്ലേ, കുടുംബബന്ധം പുലർത്തുന്ന ആളല്ലേ, നിങ്ങളെ അല്ലാഹ് സഹായിക്കും, നിങ്ങൾ ബേജാറാകണ്ട എന്ന് പറഞ്ഞ് പ്രയാസത്തിന്റെ സന്ദർഭങ്ങളിൽ സാന്ത്വനത്തിന്റെ വാക്ക് പറയാൻ, അതാണ് നല്ല ഭാര്യമാരുടെ ലക്ഷണം സഹോദരിമാരെ. തുടർന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇൻ അഖ്സമ അലൈഹി വഇൻ അഖ്സമ, ആ ഭർത്താവ് സത്യം ചെയ്ത് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ, വല്ല കാര്യത്തിന്റെ പേരിലും അയാള് ഒരു തീരുമാനം പറഞ്ഞു ഉറപ്പിച്ചു പോയാൽ, അബറത്തുഹു, ആ തീരുമാനം ഏറ്റെടുത്ത് നടത്താൻ ഈ സ്ത്രീ തയ്യാറായിരിക്കും, അവളാണ് നല്ല ഭാര്യ. ഒരാള് ഗൾഫിൽ നിന്ന് വന്ന, കഴിഞ്ഞ വർഷം വന്നപ്പം വീട് കൂടിപ്പോയി, ഒരു മാസത്തെ ലീവാ, വലിയ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ വർഷം വന്നപ്പം ചെറുപ്പക്കാര് കൂടി പിടിച്ചാണ്. ഈ കഴിഞ്ഞ കൊല്ലം വന്നിട്ട് നല്ല അറിയാതെ കുറെ കൂടി പോയതല്ലടാ, അപ്പൊ വിടൂല, എന്തെങ്കിലും ചെലവുമാണ്. അപ്പൊ ഇവൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളൊക്കെ നാളെ ഉച്ചക്ക് എന്റെ വീട്ടിലേക്ക് വന്നു. 10 കൂട്ടുകാരി വിളിച്ചു. ഇവന്റെ പ്രതീക്ഷ എന്താ, ഭാര്യ ഉണ്ടല്ലോ അവിടെ, അവൾ ആഹാരം ഉണ്ടാക്കുന്ന. അങ്ങനെ ഭാര്യയോട് പറയുക, നാളെ 10 കൂട്ടുകാരി ഉച്ചക്ക് ഊണിന്
അതുകൊണ്ട് അവർക്ക് നല്ല ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. ഭർത്താവ് എടുത്തൊരു തീരുമാനമാണ്. ഇത് കേട്ടപ്പോ ഭാര്യ പൊട്ടിത്തെറിക്കും. നിങ്ങൾ ഓരോരോ തീരുമാനം വെച്ചിട്ട് എന്നോട് ചോദിക്കാതെ ഞാൻ എന്നെ കൊണ്ട് ഞാൻ എന്റെ പുര പോവാ. ഇത് നല്ല ഭാര്യയുടെ ലക്ഷണമല്ല. ഭാര്യയെ കണ്ടുകൊണ്ട് വല്ല തീരുമാനവും എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാൻ മുൻപന്തിയിലേക്ക് വരുന്നവളാണ് നല്ല ഭാര്യ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നല്ല ഭാര്യമാരുടെ ലക്ഷണം ഇതാണെങ്കിൽ വീണ്ടും നബി തങ്ങൾ പറയുന്നു, ഭർത്താവ് വിദേശത്തു പോയാൽ നസഹത്തുഹു, ഭർത്താവിന് ഗുണകരമായി അവൾ വർത്തിക്കും. ഏതെല്ലാം കാര്യങ്ങളിൽ? ഫീ നഫ്സിഹാ, ഒന്നാമത് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ അത് ഭർത്താവിന്റെ മുമ്പിലല്ലാതെ അവൾ പ്രദർശിപ്പിക്കുകയോ സമർപ്പിക്കുകയോ ചെയ്യുകയില്ല. രണ്ടാമത്തേത് വമാലിഹി, ആ ഭർത്താവിന്റെ ധനം അവൻ പൊരുത്തപ്പെടാത്ത കാര്യത്തിലോ പടച്ചറപ്പ് ഇഷ്ടപ്പെടാത്ത വിഷയത്തിലോ അവർ ദുർവ്യയം ചെയ്യില്ല. സഹോദരിമാരെ, പലരും ചിന്തിക്കാത്ത കാര്യങ്ങളുണ്ട്. ഭർത്താക്കന്മാര് കൊട്ട കൊണ്ട് പണം കോരി നാട്ടിലേക്ക് ഇങ്ങനെ അയക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അവർ നിങ്ങൾക്ക് അയച്ചു തരുന്ന ഓരോ ചില്ലിക്കാശിനും രക്തത്തിന്റെ മണമുണ്ട് കേട്ടോ, വിയർപ്പിന്റെ ഗന്ധം മാത്രമല്ല. അത്രയും കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് അവർ സമ്പാദിച്ചു നാട്ടിലേക്ക് അയക്കുന്നത്. അത് നിങ്ങൾ നിസ്സാരമായി കാണാതെ അനാവശ്യങ്ങളിലും ദൂർത്തിലും ആർഭാടങ്ങളിലുമായി ദുർവ്യയം ചെയ്യാതെ സൂക്ഷിക്കുന്നവളാണ് നല്ല ഭാര്യമാർ. പിന്നെയും അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, നല്ല ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റത്തോടുകൂടെ തന്നെ അതിനനുസരിച്ച വേഷവും സ്വഭാവവും വസ്ത്രധാരണ രീതിയൊക്കെ അവള് എടുക്കണം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ലിൽ മർഅതി അൻ തകൂന മർഹാ. അല്ലാഹുവിന്റെ റസൂൽ സുർമ ധരിക്കാത്ത പെണ്ണുങ്ങളോട് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. അങ്ങാടിയിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴല്ല, കല്യാണത്തിന് പോകുമ്പോഴല്ല, ഡോക്ടറെ കാണാൻ പോകുമ്പോഴല്ല, സ്വന്തം ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ പ്രത്യക്ഷപ്പെടുന്നത് കണ്ണിൽ സുറുമ എഴുതിക്കൊണ്ടായിരിക്കണം. അങ്ങനെ വരാത്ത പെണ്ണുങ്ങളോട് റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. ഔസൽത്താ, അതല്ലെങ്കിൽ കൈകാലുകളിൽ മൈലാഞ്ചി അണിയാത്ത ഭാര്യമാരോട് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ പരമാവധി സുന്ദരിയായിരിക്കണം. അതിന് കയ്യിലും കാലിലും വിവാഹിതകളായ പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചി ധരിക്കൽ സുന്നത്ത് കൂടിയാണ്. അവിവാഹിതരായ പെൺകുട്ടികൾ അത് ധരിക്കാൻ പാടില്ലാത്തതും പുരുഷന്മാർ ധരിക്കൽ ഹറാമുമാണ് സൗന്ദര്യത്തിന് വേണ്ടി കൈകാലുകളിൽ. എന്നാൽ വിവാഹിതരായ പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ മുമ്പിൽ കയ്യിലും കാലിലും മൈലാഞ്ചി അണിഞ്ഞിരിക്കണം. അണിയാത്തവരോട് റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. വീണ്ടും അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഔ അതുലാ, അതുപോലെ ആഭരണം ധരിക്കാത്ത ഭാര്യമാരോട് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. അതെ, കഴുത്തിൽ മാല അണിയുക, കാതിൽ ഒരു കമ്മല് ധരിക്കുക, കയ്യിൽ വള ധരിക്കാം, കാലിൽ പാദസരമാവാം, പക്ഷേ മണി ഉലുക്കുന്നതിട്ട് പുറത്തുകൂടെ നടന്നു പോകാൻ പാടില്ല. അത് അന്യപുരുഷന്മാരിൽ ശ്രദ്ധിക്കാൻ കാരണമാകും. അതല്ലാത്ത രീതിയിലുള്ളതെല്ലാം ഭർത്താവിന്റെ മുമ്പിൽ ധരിക്കേണ്ടതാണ്. പുറത്തു പോകുമ്പോൾ പർദ്ദയുടെ പുറകിലായി പർദ്ദയുടെ പുറത്ത് കാണിക്കും വിധം മാല ആവശ്യമില്ല. അതുപോലെ കാത് പുറത്ത് കാണാൻ പാടില്ല. ഭർത്താവിന്റെ മുമ്പിലാണ് ആഭരണം പ്രദർശിപ്പിക്കേണ്ടത്. എത്രത്തോളം അള്ളാന്റെ റസൂല് പറയുന്നു, വഇല്ലം തകുൻ ഇല്ലാ ഖർസാ, ഇനി ഒരു പെണ്ണിന് ആഭരണമായി ആകെ ഉള്ളത് ഒരു കല്ല് മാത്രമാണെങ്കിൽ തജ്അലുഹാ ഫീ സൈരിൻ സുമ്മ തർബുതുഹാ ഫീ ഉനുഖിഹാ, അതൊരു കല്ലിൽ കോർത്ത് കഴുത്തിൽ കെട്ടട്ടെ. സയ്യിദുൽ വറാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇത് ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യവതിയാകാൻ വേണ്ടി നബി തങ്ങളുടെ ഉപദേശമാണ്. ആ രീതിയിൽ അവരെ സന്തോഷിപ്പിക്കണം. വൃത്തിയും ശുദ്ധി എപ്പോഴും വേണം. നമ്മളെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും ചില സ്ത്രീകള് എന്ത് ചെയ്യും, പുറത്തു പോകുമ്പോ നല്ല ഉഷാറായി,
ഭർത്താവ് വീട്ടിൽ കയറുമ്പോ മൂക്കത്ത് കരി, കയ്യിലൊരു ചെറുത്തി, മറ്റേമിൽ ചട്ടകം, കുപ്പായത്തിൽ ചേറ്, ചളി, ഇതെല്ലാം കൂടിയായിട്ട് നിൽക്കുന്ന ആളുകൾ. അത് ഉണ്ടാകാൻ പാടില്ല. ഭർത്താവ് വരുന്നു എന്ന് കേട്ടാൽ അത് വൃത്തിയാവും. അതിനനുസരിച്ച് ഭർത്താവ് വരാനും പാടും. വിശ്വാസങ്ങളൊക്കെ വീട്ടിലേക്ക് വിദേശത്തോ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ആദ്യം പള്ളിയിൽ വരും. അങ്ങനെ വീട്ടിലുള്ളവരൊക്കെ റസൂലുള്ള നാട്ടിലെത്തി എന്നുള്ള വിവരം അറിഞ്ഞ് അവർക്ക് വൃത്തിയാകാനും ശുദ്ധിയാകാനും ഒക്കെ അവസരം കൊടുത്തതിന് ശേഷം മാത്രമാണ് വീട്ടിലേക്ക് നിങ്ങൾ കയറാറുള്ളത്. കാരണം വൃത്തികേടോടുകൂടെ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിൽ ചെറിയ ഒരു ഇഷ്ടക്കുറവ് വരികയാണ്. അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഇവർ തമ്മിൽ സ്വരച്ചേർച്ച കുറയും. എന്നാൽ എപ്പോഴും വൃത്തിയും ശുദ്ധിയും ഉണ്ടായാലോ ആ സന്തോഷം നിലനിൽക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മളെയും ഭാര്യമാരെയും ഇടക്ക് സ്നേഹം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനി അതോടൊപ്പം ഭാര്യയ്ക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യമാർ വീട് ഭരിക്കേണ്ടവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വീടിന്റെ ഉത്തരവാദിത്വം അത് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പുരുഷന്മാർക്കാണ്. എന്നാൽ അതിൽ വീടിന്റെ ഭരണം വീട്ടുകാരുടെ ഭരണമല്ല, വീടിന്റെ ഭരണം കുറെയേറെ സ്ത്രീകളെയും ഇസ്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അവരെ പ്രകൃതിയുടെ തേട്ടം അതാണ്. അവർ ഗർഭം ചുമക്കേണ്ടവരാണ്, പ്രസവിക്കേണ്ടവരുമാണ്. പ്രസവിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് ആഹാരം ഒരുക്കേണ്ട പ്രകൃതക്കാരും സ്ത്രീകൾ തന്നെ. പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും പഠിച്ചു വരുന്ന മക്കൾക്കും വിഭവങ്ങൾ ഒരുക്കി വെക്കണം. അവരെ ഡ്രസ്സും ഉടയാടകളും വൃത്തിയാക്കി വെക്കണം. താമസിക്കുന്ന വീടും പരിസരവുമൊക്കെ ശുദ്ധീകരിക്കണം. ഇതിന്റെ ഒക്കെ പ്രകൃതിപരമായ സാഹചര്യമുള്ളത് സ്ത്രീകൾക്കാകയാൽ അള്ളാന്റെ ഹബീബ് പറയുന്നു, അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വ വലദിഹി. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട് ഭരിക്കേണ്ടവളാണ്. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ മക്കളെയും നിയന്ത്രിക്കേണ്ടവളാണ്. അപ്പൊ മക്കളെ കാര്യം ഭർത്താവിന്റെ വീട്ടുകാരെ ഭരിക്കണമെന്ന് പറയാതെ ഭർത്താവിന്റെ മക്കളെയും വീടും പരിസരവും വൃത്തിയാക്കുക, ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഭരണത്തിന്റെ ഭാഗമാണ്. വീട് ഭരണം വലിയൊരു വിഷയമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് വീടും പരിസരവും ഒക്കെ വൃത്തിയോടെ സൂക്ഷിക്കുക. കുടുംബമാകുന്ന ഈ കൂട്ടുസംരംഭത്തിന്റെ പാർലമെന്റ് ആണല്ലോ നമ്മുടെ വീട്. ആ വീടിന്റെ വൃത്തിയും ശുദ്ധിയും കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ആണിക്കല്ലാണെന്ന് മറക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് വെറുതെയല്ല പറഞ്ഞത്, അത്ഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണ്. ഈമാൻ കാര്യങ്ങൾ ശരിക്കറിഞ്ഞ് വിശ്വസിച്ചാൽ നമ്മളെ ഉള്ളു നന്നായി. പിന്നെ നമ്മുടെ ശരീരവും വസ്ത്രവും നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലവും വസ്തുക്കളും ഒക്കെ വൃത്തിയാകുമ്പോഴാണ് നമ്മളെ ഈമാനും ഇസ്ലാമും പൂർത്തിയാകുന്നത് എന്നർത്ഥം. അപ്പോ നമ്മളെ വീടും പരിസരവും വൃത്തിയാവണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ വലിയ വീടുണ്ടാക്കുന്ന സ്വഭാവക്കാരാണ്. ഏതായിരുന്നാലും വലിയ വീടൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ അത് വൃത്തിയോടെ കൊണ്ടെടുക്കുന്ന കാര്യത്തിൽ നമ്മളെ കുടുംബിനികളുടെ ശൈലി എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ചില സ്ഥലത്ത് റോഡ് പോലും ഇല്ലെങ്കിലും കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നാ ഇപ്പൊ തൽക്കാലം കാറും റോഡും ഇല്ല, എന്നാ പിന്നെ അവിടെ ആരെയായിരിക്കും നമ്മളെ കുഞ്ഞിപ്പാത്തുമ്മ കെട്ടിയിടുക? നല്ല ഒന്നാന്തരം ഒരു കുട്ടനെ, ഒരു മൂരിക്കുട്ടൻ അവിടെ കെട്ടും. മൂരിക്കുട്ടന്റെ പരിപാടി രാത്രിയായാൽ എന്താണ്? പിട്ടുചുടലാണ്, വെള്ളച്ചായ പാരലും, നേരം വെളുക്കുന്നത് വരെ അതാണ്. പിന്നെ ആ വീട്ടിൽ എത്രമാത്രം ആരോഗ്യമുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഗോമൂത്രം വാസനിക്കുന്ന അവിടെ പോരായിരിക്കാൻ പറ്റുന്നില്ല. ചാണകം മണത്തിട്ട് അവിടെ അതാ പലരും റോന്തു ചുറ്റുന്നു. റോക്കറ്റ് പരുവത്തിലുള്ള വലിയ വലിയ കൊതു വന്നിട്ട് റൈഡ് നടത്തുകയാണ്. അവിടെ കുട്ടികളെ കുത്തുകയാണ്. അങ്ങനെ അവരൊക്കെ രോഗികളായി. പ്രിയപ്പെട്ട സഹോദരിമാർ, ഒരിക്കലും വീടിന് മുന്നിൽ ഇതുപോലെ ആടിനെയും പശുവിനെയും കൊണ്ട് കെട്ടരുത്. ഇനി അതൊന്നുമില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് നിവൃത്തി ഉണ്ടാവില്ല. അവര് അവിടെ ഇവിടെയും പോയിട്ട് കുറച്ച് മട്ടലും പാളയും ഒക്കെ വലിച്ചുകൊണ്ടുവന്ന് കുറച്ച് ചകരിച്ചോറും ഒക്കെ സംഘടിപ്പിച്ച് ഈ കാർ പോർച്ചിൽ കൊണ്ടിടും. എന്നിട്ട് അവിടെ ചേര മുതൽ ചേരാട്ട മുതൽ മൂർക്കം പാമ്പ് മുതൽ മലമ്പാമ്പ് വരെയുള്ളവർക്ക് അവിടെ വന്ന് കൂടും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ഉണ്ടാവാൻ പാടില്ല. പരമാവധി സൗരഭ്യം വിതക്കുന്ന നല്ല സുന്ദരമായ പൂക്കൾ വിരിയുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന് നടക്കുക വീടിന്റെ മുറ്റത്ത്.
അതും കാട് കൂടാൻ പാടില്ല. ആ നല്ല വാസനയുള്ള നല്ല സുഗന്ധമുള്ള ഓക്സിജൻ നമ്മളെ കുട്ടികൾ ശ്വസിക്കട്ടെ. ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചില വീടുകളൊക്കെ കോലായിലേക്ക് കയറിയ സുബ്ഹാനല്ലാഹ് എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? ഇരിക്കാൻ പറ്റൊറ്റ കസാരി ഉണ്ടായാലും വിലപിടിപ്പുള്ള സോഫാ സെറ്റ് മുതൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ ഇരിക്കാൻ പറ്റിയുണ്ടാവില്ല. ചിലപ്പം കണ്ടാൽ ഏതുപോലെ ഒരു സമരം കഴിഞ്ഞ് ഓഫീസ് റൂം പോലെ ഉണ്ടാവും. പലതിന്റെയും കാലും മേലെയും ബാക്കി താഴെയൊക്കെ ആയിട്ടായിരിക്കും. ഇനി നേരെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കുറച്ച് മൂത്രവും ഒരു കത്തിയും 2 തക്കാളി അടുക്കളയിലുള്ള മുഴുവൻ പുറത്തുണ്ടാവും. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇവിടുത്തെ പെണ്ണിന് വീട് വരണം എന്നത് ഒന്നും അറിയില്ല. അപ്പോൾ ആകെ ചെയ്യുന്നൊരു ജോലി TV കാണുക മാത്രമാണ്. കാണുമ്പോൾ മനസ്സിലാവും. ഇനി അഥവാ ആ വീട്ടിൽ കയറി ഒരാൾ ഇരുന്നാൽ തന്നെ അവള് അതാ നല്ല ജ്യൂസ് അടിച്ചു കൊണ്ടുകൊടുക്കും. അത് കുടിക്കാൻ വേണ്ടി ചുണ്ടോടെടുക്കും. വെറുതെ ഒന്ന് നോക്കിയാൽ മതി ആ ഗ്ലാസ്. നമ്മൾ ചായ ഒക്കെ എടുക്കുന്ന ഗ്ലാസുകളാകുമ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും ചാരമോ സോപ്പോ ഉപയോഗിച്ച് ചകിരി കൊണ്ട് കഴുകിയില്ലെങ്കിൽ കറ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ജ്യൂസൊക്കെ എടുത്താൽ ആ കറ തെളിഞ്ഞു കാണും. പിന്നെ ഇത് കുടിക്കുന്ന ആൾക്ക് ഒരു കഷായം കുടിക്കുന്ന പ്രതീതിയായിരിക്കും. അയാൾ ഇത് പുറത്തേക്ക് എങ്ങനെങ്കിലും ഒഴിവാക്കിയിട്ട് ഗ്ലാസ് കാലിയാക്കി കിട്ടാനുള്ള ശ്രമത്തിൽ ഇങ്ങനെ നോക്കുക. പാത്തുമ്മ നോക്കുന്നില്ലെങ്കിൽ ഇയാൾ പതുക്കെ പുറത്തേക്ക് ചെന്നിട്ട് മേശപ്പുറത്ത് കുത്തി അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്താണ് അപ്പൊ അൽഹംദുലില്ലാഹിന്റെ അർത്ഥം? പടച്ചോനെ, ഈ കുഞ്ഞിപ്പാത്തുവിന്റെ കണ്ണുപ്പെടാതെ ഇത് പുറത്തേക്ക് ഒഴുക്കാൻ തൗഫീഖ് തന്ന റബ്ബേ അൽഹംദുലില്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഇയാൾ ഇത് കുടിച്ചാൽ കുടലടക്കം ഛർദ്ദിച്ചു, വൃത്തികേട് ഉണ്ടാകാൻ പാടില്ല, വീട്ടിൽ കുഴപ്പം വരും. പല ഭാര്യയും ഭർത്താവും തെറ്റല്ലപ്പോഴാ തീന്മേശയിലാണ്. ഇയാള് നല്ല കൊഞ്ചം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പൊരിച്ചു വെച്ചതാ. അതുപോലെ നല്ല കോഴിക്കറിയൊക്കെ റെഡിയാണ്. പക്ഷേ ഇത് തിന്നാൻ വേണ്ടി ഇയാൾ പ്ലേറ്റ് എടുത്തു നോക്കുമ്പോ പ്ലേറ്റിന്റെ മേലെ അതാ സീല് കയ്യൊപ്പ്. പാത്തും അടുപ്പിൽ കൈയിട്ടത് അതുകൊണ്ട് പിടിച്ചതാണ്. അപ്പൊ തന്നെ ഇയാൾക്ക് മനസ്സിൽ വെറുപ്പായി. ഏതായാലും ഈ ബിരിയാണൊക്കെ കണ്ടപ്പോ അതാണ് വാങ്ങിച്ചതാ. പിന്നെ അതിലേക്ക് ചോറിട്ട് നോക്കുമ്പോ കോഴിക്കറി വാരുമ്പോ ആ കഷ്ണം ഇറങ്ങുന്നത് കയറുമ്മല മുടി കുടുങ്ങിയിട്ടുണ്ട്. എന്നാ ചോറ്റുള്ളതുകൊണ്ട് ഏറ് ഫർളാണ്. ഈ രീതിയിൽ അന്നത്തെ രാത്രി പിന്നെ ഒച്ചയും പടയും നായാട്ടുമായിട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇങ്ങനെ കുഴപ്പമുണ്ടാകുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൻ നല്ലഫ സൗബുഹു ഖല്ല ഹമ്മുഹു. ആരുടെയെങ്കിലും വസ്ത്രം എപ്പോഴും വൃത്തിയുള്ളതാണെങ്കിൽ അവന്റെ ടെൻഷൻ വളരെ കുറയും. വസ്ത്രം മാത്രല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും സ്ഥലവും ഒക്കെ നല്ല വൃത്തിയുണ്ടെങ്കിൽ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല. വൃത്തികേടാവുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടായാൽ അത് പൊട്ടിത്തെറിക്കാൻ ചെറിയൊരു തീപ്പൊരി മതി, വേഗം ദേഷ്യം പിടിക്കും. ടെൻഷൻ ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അപ്പൊ വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ കുടുംബത്തിൽ പൊട്ടിത്തെറി ഉണ്ടാവില്ല, ചീത്തവിളി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ആ രീതിയിൽ നമ്മൾ അടുക്കും ചിട്ടയൊക്കെ വേണം. പിന്നെ നോക്ക്, ചില വീട്ടിലൊക്കെ അതിരാവിലെ ചെന്നാൽ വലിയ നായാട്ടാണ്. ചില കുട്ടികളാണ് അങ്ങനെ നിലവിളിച്ച് കരയുന്നത്. എന്റെ അടിയാത്ത് കാണുന്നില്ലോ എന്നൊരു മൂല്യം, വേറെ എന്റെ പാവാട കാണുന്നില്ലമ്മോ എന്ന് പറഞ്ഞ അപ്പുറത്തുനിന്ന്, മറ്റൊരുത്തന്റെ അഹലാക്ക് കാണുന്നില്ല. 3-4 മക്കൾ അവിടെ നിന്ന് കേപ്പേന്നല്ലോ ബാപ്പക്ക് ദേഷ്യം പിടിക്കാൻ വേറെ പോണ്ടല്ലോ. മൂപ്പരേതോ ഒന്നിന്റെ ചെവി പിടിച്ചു, അനക്ക് ഒരു നേരത്തും എന്റെ അഹലാക്ക് കാണൂല എന്ന് പറഞ്ഞ ഒറ്റ തിരുമ്പലാട് കൊടുത്താ പിന്നെ ഒച്ച പിന്നെ കേൾക്ക. അതിന്റെ ഇടയിൽ ആകെ ബേജാറായി ഒക്കെപ്പാടെ തപ്പിപ്പിടിച്ച് തെരഞ്ഞ് എടുത്തു കൊടുത്തു നോക്കുമ്പോ അതാ ഇതാണ് നോക്കിയ എന്റെ അഹലാക്ക്. അത് നോക്കുമ്പോ മംഗളത്തിന്റെ കോപ്പിയായിരിക്കും, ഉമ്മന്റെ അഹലാക്ക. ഈ കോലത്തിലാണ് പലയിടത്തുള്ള സ്ഥിതിയെങ്കിൽ പ്രിയപ്പെട്ടവരെന്താ ഇതിന്റെ കാരണം? വീട് അടുക്കും ചിട്ടയോടും കൂടെ നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് പെണ്ണിന്റെ ഉത്തരവാദിത്തം. കുട്ടികൾ സ്കൂളും വിട്ടു വരും, അവരെ ബാഗും ചോറ്റും പാത്രവും ഒക്കെ കോലായിൽ എഴുതി കെട്ടെന്തും മട്ടലും ഇട്ട് അവർ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ചെവിക്ക് ഇങ്ങോട്ട് പിടിക്കുക, പോകല്ല എടുക്കടാന്ന് പറഞ്ഞ് തുമ്പിനോട് കല്ലെടുപ്പിക്കും പോലെ അവനെ കൊണ്ട് എടുപ്പിച്ചിട്ട് കൊണ്ടുവെക്കടാ. ഇനി മുതൽ മേൽ നിന്റെ പുസ്തകം ഇവിടെ വെക്കേണ്ടത്, നിന്റെ ഉടയാടകൾ ഈ ആങ്കറിലാണ് തൂക്കിയിടേണ്ടത്. സ്ഥലം മാറിപ്പോയാൽ ചെവി പിടിച്ച് ഞാൻ കാതുമ്പക്കുളത്തുന്ന ഒരൊറ്റ പറച്ചില് പറഞ്ഞാല് നിങ്ങളുടെ കുട്ടി ഇനിമേൽ അങ്ങനെ ചെയ്തോളൂ. അതൊരു സിസ്റ്റമാക്കി അവരെ ശീലിപ്പിക്കണം. അല്ലാതെ പോയാൽ അബദ്ധമാണ്, അപകടമാണ്. അപ്പം വളരെയേറെ ചിട്ടയോടുകൂടെ. പിന്നെ ഇങ്ങനെ ചിട്ട ആക്കാതെ കോലായിലിട്ട് പോയാൽ വേറെ ഒരു 2 വയസ്സായ ഒരുത്തൻ അവിടെ അല്ലേ, ഓൻ ഈ കാത്തിക്കാണ്. ഇവര് ബുക്കും പെന്നും കാർഡിട്ട് പോയാൽ പിന്നെ ഓൻ അത് തുറന്നിട്ട് ഓനൊരു പോസ്റ്റ്മോർട്ടം ഓപ്പറേഷൻ ഒക്കെ നടത്താനുണ്ടാവും. പിന്നെ പിറ്റേന്ന് മദ്രസ പോകുമ്പോ പെൻസില് കാണൂല, സ്ലേറ്റ് കാണൂല. ഈ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് നേരത്തെ തന്നെ അടുക്കും ചിട്ടയോടുകൂടി ഇവരെ നിയന്ത്രിക്കാൻ നമ്മളെ ഭാര്യമാര് പഠിച്ചിരിക്കണം.
അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനിയും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആവാസ കേന്ദ്രമാണ്. അതിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ എപ്പോഴും സ്ത്രീകൾ പഠിക്കുകയും പാലിക്കുകയും ചെയ്യണം. നമ്മൾ ഒരാളെ വീട്ടിലേക്ക് കയറുമ്പോ അവിടെ പുരുഷൻ ഒരു അന്യന്റെ വീട്ടിലേക്ക് കയറുമ്പോ ആണായാലും പെണ്ണായാലും ഒക്കെ നിയമങ്ങൾ പാലിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഗ്നിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. ഓ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടേതല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറാൻ പാടില്ല. അത് നിങ്ങളെ ഇക്കാക്കന്റെ വീടാണെങ്കിലും അനുജന്റെ റൂമാണെങ്കിലും വാപ്പയും ഉമ്മയും മാത്രം ഉറങ്ങുന്ന അറയാണെങ്കിലും നിങ്ങളുടേതല്ലാത്ത വീട്ടിലേക്കോ റൂമിലേക്കോ നിങ്ങൾ കയറരുത്. ഏതുവരെ അവരോട് നിങ്ങൾ സമ്മതം ചോദിക്കുകയും വീട്ടുകാരോട് സലാം പറയുകയും ചെയ്തല്ലാതെ മറ്റൊരാളെ റൂമിലേക്കോ വീട്ടിലേക്കോ നിങ്ങൾ കടക്കാൻ പാടില്ല, കയറാൻ പാടില്ല. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് അഭികാമ്യം. ലഅല്ലകും തദക്കറൂൻ, അത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന നിങ്ങൾക്ക് ബോധ്യാവും. നബിസ്വല്ലല്ലാഹു പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ വീട്ടിലേക്കും റൂമിലേക്കും കയറുമ്പോൾ സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞത്? ഒന്നാമതായി കണ്ണ് സൂക്ഷിക്കാനാണ്. നമ്മളെ വീടിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോയൊരു യാഥാർത്ഥ്യമാണ്. ചില ആളുകളുണ്ട്, നേരെ അന്യന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി അടുക്കള വരെ അവിടെ പോവുക. എന്നിട്ട് അവിടുന്ന് കദീശക്കുട്ടി മീൻ പൊരിക്കുകയാണെങ്കിൽ അതിനൊരു കഷ്ണം വായിലിട്ടിട്ടാ എവിടെ പോയി കുഞ്ഞവറാനാജി എന്ന് ചോദിക്കുന്നത്. സഹോദര, അന്യന്റെ വീട്ടിലേക്ക്, അത് സ്വന്തം ഇക്കാക്കയുടെ പുരയാണെങ്കിൽ പോലും സമ്മതം ചോദിക്കാതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. ഒരു വീട് ഒരാളുടെ ഏറ്റവും അധികം സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് അയാളുടെ വേഷത്തിനും ഭാഷയ്ക്കും ഒക്കെ ഒരുപാട് അളവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ പറ്റാത്ത രംഗം, കേൾക്കാൻ പറ്റാത്ത വാക്ക് നമ്മൾ ആ വീട്ടിലേക്ക് അവിചാരിതമായി കയറി ചെന്നപ്പോൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ നമ്മളോടത് പൊറുക്കാൻ ഒരിക്കലും ആ വീട്ടുകാരന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അബദ്ധത്തിലേക്ക് ചെന്നു ചാടാതിരിക്കാൻ സമ്മതം വാങ്ങിയും അതുപോലെ സലാം പറഞ്ഞു മാന്യമായിരിക്കണം അന്യന്റെ റൂമിലേക്ക് നമ്മൾ വീട്ടിലേക്കും കയറേണ്ടത്. ഇത് ആർക്ക് വരെ ബാധകമാണ്? നമ്മൾ ഒരു വീട്ടിൽ താമസിക്കാൻ, അതിൽ ഒരു റൂമിലുള്ളത് കാക്കയും ഭാര്യ, വേറെ റൂമിലുള്ളത് അനുജനും ഭാര്യ, ഒരു റൂമിൽ പെങ്ങളും ഭർത്താവുമാണ്. എന്നാൽ അവര് പോലും മറ്റേ ആളുടെ റൂമിൽ കയറുമ്പോൾ സമ്മതം വാങ്ങണം. ഈ സ്വഭാവം ചെറിയ കുട്ടികളെ വരെ 3 സമയത്ത് നമ്മൾ പരിശീലിപ്പിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ഏതാണ് ആ സ്വഭാവം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിൻകുമുല്ലദീന മലക്കത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഉൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്. ചെറിയ കുട്ടികളെ പോലും ഈ സ്വഭാവം പരിശീലിപ്പിക്കണം 3 സമയത്ത്. ഒന്ന് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, അത് സുബഹിന്റെ മുമ്പാ. സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് കാക്കിൻ താത്തി ഉറങ്ങുന്ന റൂമില് നിങ്ങളെ മോന് കേറിപ്പോവാണെങ്കിൽ മോനങ്ങ് പിടിക്കണം. മോനാണ് കയറാനായിട്ടില്ല, ഇപ്പൊ കയറാൻ പറ്റിയ സമയമല്ല. കാരണം അവര് രാത്രി ഉറങ്ങാൻ കിടന്നവരാണ്, സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ടില്ല. അപ്പൊ ഈ ആ റൂമിലേക്ക് കുട്ടിക്ക് കാണാൻ പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ട് തടയണം. നോക്കൂ നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ. രണ്ടാമത് പറയുന്നു, വഹീന തലഉന സിയാബകും മിനൽ ദഹിറ, ഉച്ച നേരത്തെ വിശ്രമത്തിന് വേണ്ടി വസ്ത്രം മാറ്റി കിടക്കുന്ന സ്വഭാവം ഉണ്ടാകും, നല്ല ചൂടുള്ള കാലത്ത് പ്രത്യേകിച്ച്. ആ സമയത്ത് നിങ്ങളെ അനുജന്റെ ഭാര്യയും അവരുറങ്ങുന്ന റൂമിലേക്ക് സമ്മതം ചോദിക്കാതെ നിങ്ങളെ കുട്ടികൾ പോകുന്നത് തടയണം. വലിയൊരു പോകുന്നത് ഏതായാലും പാടില്ല, കുട്ടികളെ പോലും തടയണം. മൂന്നാമത് ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഔദ്യോഗിക ഉറക്കിന്റെ സമയമാണ്. ആ സമയത്തും ഇതുപോലെ കുട്ടികളെ പോലും മറ്റൊരാളെ റൂമിലേക്ക് കടത്തി വിട്ടുകൂടാ. ഇതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ വീട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പെരുമാറ്റച്ചട്ടമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസ് ഉമ്മമാർക്കൊക്കെ അറിയാം. 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം. 10 നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിന് അടിപ്രയോഗം വേണ്ടി വന്നാൽ അതും നടത്തണം. തുടർന്ന് നബിതങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, 10 വയസ്സായ കുട്ടികളെ ഉറക്കറയിൽ നിങ്ങൾ മാറ്റിക്കിടത്തണം, വേർപിരിക്കണം.
ഇപ്പോഴത്തെ കാലത്ത് 10 വയസ്സ് വേണമെന്ന് നമുക്ക് ചിന്തല്ല. കാരണം എന്താ, ഇപ്പം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അതൊക്കെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് അവർ കണ്ടും കേട്ടും പഠിക്കുന്നുണ്ട്. അവർ കാണുന്ന ടിവിയിലും സീരിയലിലും ഒക്കെ ഉള്ളതെന്താ, ഒരു പ്രേമത്തിന്റെയും സല്ലാപത്തിന്റെയും രംഗമില്ലാത്ത ഒരു സീരിയൽ പോലും കാണാൻ നാളെ കിട്ടൂല. അതുകൊണ്ട് തന്നെ പരമാവധി മസാല നിറച്ചിട്ടാണ് എല്ലാം വരുന്നത്. അത് ഉമ്മയും ബാപ്പയും മക്കളൊക്കെ കൂടിയിരുന്ന് കാണുകയും ചെയ്യാം. അങ്ങനെ ചെറിയ കുരുന്നുകളാകുമ്പോൾ തന്നെ ഇത്തരം ചിന്തകളും ഇത്തരം വിഷയങ്ങളും ഒക്കെ നമ്മളെ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഉമ്മമാര് ശ്രദ്ധിക്കുക, വാപ്പമാര് ശ്രദ്ധിക്കുക. നിങ്ങളെ കുട്ടി ലൈംഗികമായ എന്തെങ്കിലും ചേഷ്ടകൾ പ്രകടിപ്പിക്കുകയോ അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രായമെത്തിയ പെൺകുട്ടിയുടെ കൂടെ സ്വന്തം വാപ്പ ഉറങ്ങാൻ പാടില്ല. ആ പ്രായമെത്തിയ മകന്റെ കൂടെ ഉമ്മ ഉറങ്ങാൻ പാടില്ല. ആ പ്രായമെത്തിയ ആങ്ങളെ കുട്ടിയെയും പെങ്ങളു കുട്ടിയെയും ഒന്നിച്ച് ഉറക്കാൻ പാടില്ല. സഹോദരിമാരെ, പലപ്പോഴും നമ്മളൊക്കെ നോമ്പ് തുറ നടത്താറുണ്ട്. കല്യാണ രാത്രികൾ നമ്മളെ വീട്ടിലുണ്ടാകാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ അടുത്തതും അകന്നതുമായ കുടുംബക്കാരൊക്കെ വീട്ടിലുണ്ടാകും. എന്നാൽ അവരൊക്കെ കൂട്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യുക? ചെറിയ കുട്ടികളൊക്കെ പിടിച്ച് അവസാനം എല്ലാവർക്കും റൂം കൊടുക്കാണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു 5-8 വയസ്സുള്ളതിനെ മുതൽക്ക് ഒരു 10-15 വയസ്സുള്ളതിനെ വരെ ഡൈനിങ് ഹാളിൽ പായ വെച്ചിട്ട് ആ കുട്ടികളെ കടന്നോളൂ എന്നാണ് പറയല. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് അവിടെ കിടക്കുകയാണ്, തെരണ്ടി വലിച്ചിട്ട മാതിരി. സുബ്ഹാനല്ലാഹ്, ഈ രാത്രിയിലായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ കുട്ടി ആദ്യമായി ഒരശ്ലീലം പഠിക്കുന്നത്, അത് പരിശീലിക്കുന്നത്. അവന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായും സ്വന്തം കുടുംബക്കാരിൽ നിന്നുണ്ടായ ഈ തെറ്റായ അനുഭവം പലപ്പോഴും നമ്മളെ മക്കളെ കേടുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിൽ ഇത്തരം സ്വഭാവങ്ങൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ഇതേ രീതിയിൽ അന്യ പുരുഷന്മാർ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മളെ സ്ത്രീകൾ പഠിച്ചിരിക്കണം. കുടുംബം ഭരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് ആ പെരുമാറ്റ ചട്ടങ്ങൾ നമ്മളെ പെൺകുട്ടികളെ പ്രത്യേകിച്ച് പരിശീലിപ്പിക്കുകയും വേണം. ചില പെണ്ണുങ്ങൾക്ക് പോസ്റ്റ്മാൻ എന്നൊക്കെ പറഞ്ഞാല് അത് ആങ്ങളുടെ സ്ഥാനത്താണ്. കാരണം പുതിയാപ്പളുടെ കത്ത് കൊണ്ടുവരുന്ന ആളല്ലേ, പിന്നെ നമ്മളെ ആള് തന്നെയല്ലേ, അവന്റെ മുമ്പിൽ എന്തു ആവാം. ഇതുപോലെ വളക്കച്ചവടക്കാരനോ അലുമിനി പാത്ര കച്ചവടക്കാരനോ ഒക്കെ ആണെങ്കിൽ ഓന്റെ അടുത്ത് യാതൊരു ഹിജാബും വേണ്ടതില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ചില പെണ്ണുങ്ങൾ. ഇതുപോലെ തന്നെ വീട്ടിൽ ജോലിക്ക് വരുന്ന സാധാരണ ജോലിക്ക് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഓലെ മുമ്പിൽ യാതൊരു ഹിജാബും ആവശ്യമില്ല. എന്നിട്ട് അവർക്കൊക്കെ ചോറും കറിയും ഒക്കെ അങ്ങനെ ചുറ്റും നടന്ന് കോരി പാർന്ന് ഒഴിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ ഖുർആന്റെ നിയമത്തിനെതിരാണ് കേട്ടോ. അന്യ വീട്ടിലേക്ക് ചെല്ലുന്ന പുരുഷൻ തന്നെ പെരുമാറ്റച്ചട്ടം പാലിച്ചിരിക്കണം. അതോടൊപ്പം ഒരു പുരുഷൻ വന്ന് വീട്ടിൽ കയറി വല്ലതും ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഇദാ സഅൽതുമൂഹുന്ന മതഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. സ്ത്രീകളോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതൊരു തിരശീലക്ക് പിന്നിൽ നിന്നായിരിക്കണം, മറക്കു പിന്നിൽ നിന്നായിരിക്കണം. നേർക്ക് നേരെ മുഖാമുഖം നിന്നുകൊണ്ട് സ്ത്രീകളോട് സംവദിച്ചുകൂടാ. ഇത് ഖുർആനിന്റെ പച്ചയായ പരാമർശമാണ്. അതേ സമയത്ത് ഇന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേര് പറഞ്ഞ് പെരുമ്പറ പറഞ്ഞ് നടക്കുന്ന വിഭാഗങ്ങൾ ഈ സമുദായത്തിലില്ലേ. അവര് പച്ചയിലതാ ആണുങ്ങളുടെ കൂടെ പെണ്ണുങ്ങളെയും പാടത്ത് കൊണ്ടുപോയി ഒന്നിച്ചിരുത്തി ഒരേ രീതിയിലും ഉണ്ട്, ഒരേ സമയത്ത് ഭക്ഷണം കഴിച്ച് ഒരേ സമയത്ത് ഒരേ ഹൗദിൽ നിന്ന് വുളു എടുത്തതാ. അന്യാണും പെണ്ണും കൂടിക്കലരുന്ന രംഗം ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കുന്നവരില്ലേ. ഖുർആൻ പറയുന്ന ഒരാളെ വീട്ടിൽ നിന്ന് പോലും അതാ പെണ്ണിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, അത് മറക്ക് പിന്നിൽ നിന്നാവണം സഹോദരാ. ഇനി അങ്ങനെ ഒരു പെണ്ണിനോട് അന്യപുരുഷൻ മറക്കു പിന്നിൽ നിന്ന് വല്ലതും ചോദിച്ചാൽ ആ പെണ്ണിന് മറുപടി പറയേണ്ടി വരും. ആ സമയത്ത് അവളെ ശൈലി എന്താവണം? നിങ്ങളെ വീട്ടിൽ വെച്ച് അത് അയൽവാസി ഒരു സാധനം ചോദിക്കാൻ വന്നതാണ്. എന്താ ചോദിക്കുന്നത്? നബി സത്താത്ത നമുക്ക് ആ കൈക്കോട്ടൊന്ന് വേണം. അപ്പൊ നബി സത്താത്താന്റെ ശൈലി എന്താ? ഇപ്പോഴത്തെ താത്തമാരെ ശൈലി ഓളത് അങ്ങനെ ഇറങ്ങി വന്ന് നെഞ്ചു വിരിച്ച് മുന്നിൽ നിന്ന് എന്തെല്ലാം സുലൈമാനെ സുഖം തന്നെയല്ലേ, കുറെ ആയല്ല കണ്ടിട്ടെങ്കിൽ ചായ വാരട്ടെ, കഞ്ഞി ഒഴിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ തന്നെ സുലൈമാന് തോന്നുകയാണ് ഇതൊരു ചാഞ്ഞ മരാണല്ലോ, ഒന്ന് വണ്ടി കയറിയാൽ എന്താണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകരുത്. അള്ളാന്റെ ഖുർആൻ പറയുന്നു ഒരു പെണ്ണ് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്?
ഇനിത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്. സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അന്യപുരുഷൻ നിങ്ങളെ വീട്ടിൽ വന്ന് വല്ലതും ചോദിച്ചാൽ ഒരിക്കലും കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് കിളിക്കൂറ്റോടുകൂടെ അവരോട് നിങ്ങൾ വർത്തമാനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, മനസ്സിൽ രോഗമുള്ളവൻ വേണ്ടാത്തത് ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിച്ചാൽ അതിന്റെ കുറ്റക്കാരൻ നിങ്ങളാണ്. വഖുൽന ഖൗലൻ മഅറൂഫാ, അതിനു പകരം നിങ്ങൾ ശർഅ് കൽപ്പിച്ച ശൈലിയിൽ മാത്രം പ്രതികരിക്കുക. നിങ്ങൾ ആ ചോദ്യത്തിന് മാന്യമായി മറുപടി. അവിടെ കൊഞ്ചിക്കുഴഞ്ഞ് തമാശ പറയാൻ നിന്നാൽ അത് പല അബദ്ധങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ച് ഭർത്താവിന്റെ തെറ്റിദ്ധാരണക്ക് കാരണമായാൽ സംശയരോഗം എന്ന് പറയുന്ന രോഗത്തിനൊന്നും ഇടകൊടുക്കരുത്. നിങ്ങളെ വാക്കും നോട്ടവും പെരുമാറ്റവും ഒക്കെ ഭർത്താവിന്റെ മനസ്സിൽ വേദനയുണ്ടാക്കും, സംശയമുണ്ടാക്കും. അത് കുടുംബജീവിതത്തെ തകർത്ത് കളയും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വീടിന്റെ ഭരണം നടത്തുക. അതേ സമയത്ത് വീട്ടിൽ ഒരുപാട് ആളുണ്ട്. ഭർത്താവിന്റെ ഉപ്പ, അവരെയൊക്കെ സ്നേഹിച്ച് കീഴടക്കാൻ കഴിയണം. ഭർത്താവിന്റെ ഉമ്മ, അമ്മായിമ്മ, ഈ പേരൊക്കെ കേൾക്കുമ്പോ ചില സ്ത്രീകളെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് രണ്ടാൾക്കിട്ട് ഇടിക്കുകയാണ്. ആ തള്ള, ആ തന്താന്നൊക്കെ പരിചയ ആളുകൾ. എന്താണ് ഇതിന്റെ കാരണം? അവരോടുള്ള പെരുമാറ്റ ദൂഷ്യം കൊണ്ടുണ്ടായ ഒരുപാട് അബദ്ധങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഭർത്താവിന്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞാൽ ചില പെണ്ണുങ്ങൾക്ക് ഒരു പുലിക്കോടന്റെ സ്വഭാവമാണ്. അവർക്ക് അയാളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഉണ്ടാകുക വല്ലാത്തൊരു തന്റെ. കുട്ടികളൊന്ന് കരഞ്ഞാൽ മതി അയാൾ കുരച്ച് ചാടും എന്നൊക്കെ പറയും. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്ന നിങ്ങള് ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറഞ്ഞിട്ട് ചൊല്ലുണ്ട്. അതുപോലെ വരുന്നതാ. നിങ്ങൾ പണ്ട് തന്നെ അവരെ വെറുപ്പ് വാങ്ങരുത്. നമ്മൾ ഭർത്താവിന്റെ വീട് എന്ന് പറഞ്ഞ അന്യന്റെ പൊരയാണ്. ആ വീട്ടില് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് നിങ്ങളൊരു അന്യ വീട്ടിലുണ്ടായ പെണ്ണ. ഉമ്മയും ബാപ്പയും ഒക്കെ സമ്മതിച്ചിട്ടാണ് ഇയാൾ നിങ്ങളെ കെട്ടിയതെങ്കിലും ഈ വീട്ടിൽ നിന്ന് വന്ന് ആ ഉമ്മ ഉമ്മന്റെ സ്വാതന്ത്ര്യത്തോടുകൂടെ കൈകാര്യം ചെയ്ത വീട്ടില് എല്ലാ സ്വാതന്ത്ര്യം നിങ്ങൾക്കാട് തരികയാണ്. അങ്ങനെ തരുമ്പം ആ ഉമ്മാന്റെ മനസ്സിൽ എന്തായാലും കുറച്ചൊരു പ്രശ്നം പ്രയാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വന്നു കയറിയ വീട്ടില് അവിടെ ഉള്ള ആളുകളെ സ്നേഹം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റാനുള്ള ഒരു ജീവിത ശൈലിയാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുന്നതിന് മുമ്പ് ആർക്ക് കൊടുക്കണം? നിങ്ങൾ ഉമ്മാക്കും ബാപ്പാക്കും കൊടുത്തു നോക്കി. ആ വാപ്പ പറയോ, എന്തൊരു നല്ല പെണ്ണാണ്, നമുക്ക് 3-4 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഈ നേരത്തെ ഇത്ര നല്ല കട്ടൻ ചായ അവരാരും വാങ്ങിത്തന്നില്ലല്ലോ, ഈ റുക്കിയെ വരണ്ടി വന്നില്ലേ, ഓള് നല്ല പെണ്ണാണ്, പണ്ടെങ്ങാനും ഇവിടെ വരണ്ടിയോളാണ് എന്നാണ് ഈ വാപ്പ അഭിപ്രായം പറയാ. അതേ സമയത്ത് ഇവർ നമ്മളെ പിതാവിന്റെ സ്ഥാനത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന അബദ്ധങ്ങളെയും വേണ്ടാത്തരങ്ങളെയും ഒക്കെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനുള്ള അധികാരം ഭർത്താവിന്റെ ഉപ്പാക്കുണ്ട്. അങ്ങനെ ഉപദേശം പറയുമ്പോ അതിന് കുത്തുവാക്കുകൾ പറഞ്ഞ് എതിർത്താൽ ആ പിതാവ് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കൂല. എന്ത് ചെറിയ തെറ്റ് കണ്ടാലും പിന്നീട് അത് പർവ്വതീകരിച്ച് പറയാൻ കാരണമാകും. അപ്പൊ ആ രീതിയിൽ പെരുമാറാതെ അവരെ സ്നേഹം കൊണ്ട് കീഴടക്കുക. അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉമ്മ, അത് സ്വന്തം ഉമ്മയെ പോലെ ഉമ്മയെക്കാൾ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് അവരെ നമ്മൾ കീഴടക്കണം, സ്നേഹം കൊണ്ട് കീഴടക്കുക. ഭർത്താവ് ഈ ഉമ്മയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മാന്റെ മാനസികാവസ്ഥ നമ്മൾ കാണണം. ആ ഉമ്മ ചിന്തിക്കുന്നത് എന്താ? ഞാന് ഗർഭം ചുമന്നു, ഞാൻ പെറ്റു പോറ്റി വളർത്തി വലുതാക്കി എന്റെ സ്ഥലം വിറ്റ് ഗൾഫ് പറഞ്ഞയച്ചപ്പോ പണക്കാരനായി, അതിനുശേഷം ഒരു പെണ്ണിട്ടിച്ചു കൊടുത്തു, ഓള് ഇന്നലെ വന്നതാണ്. ഇപ്പൊ ഓന്റെ ഇടപാടും ഭർത്താനും ഓന്റെ എല്ലാ ബന്ധങ്ങളും ഓടുമായിട്ട് ഇപ്പൊ എനിക്കൊരു ബന്ധവുമില്ല എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഉമ്മമാർക്ക് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയെയും ഉമ്മാക്ക് കൊടുക്കേണ്ട സ്നേഹം അത് വഴിമാറിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നാം കുട്ടികൾക്കുമുണ്ട്, നമ്മുടെ ഭാര്യമാർക്കുമുണ്ട്. അതിനനുസരിച്ച് തൂക്കൊപ്പിച്ച് പെരുമാറണം. ഗൾഫിൽ നിന്ന് കത്തയക്കുമ്പോൾ പോലും ഈ കാര്യത്തെ സൂക്ഷിക്കണം. ഫോൺ ചെയ്യുമ്പോഴങ്ങനെ ചില വീട്ടിലൊക്കെ കയറി നിങ്ങൾ അന്വേഷിച്ചു നോക്കി, എന്തല്ല റഫീഖിന്റെ കത്തൊക്കെ ഉണ്ടാകലുണ്ടോ എന്ന് ചോദിച്ചാൽ വാപ്പ ഓളോട് ചോദിച്ചു, ഓളൊക്കെ അപ്പം വിളിക്കും, നമുക്ക് വിളിച്ചിട്ട് ഒരുപാട് കാലമായി. ആ വാപ്പാന്റെ വേദന എത്ര? ഉമ്മാനോട് ചോദിച്ചാൽ ഉമ്മ പറയലെങ്ങനെ? അതോ അത് നബീസാനോട് വെച്ചു നോക്കൂ, ഓൾക്കപ്പൊ ഫോണും കോളും ഒക്കെ ഉണ്ടാല് നമ്മളൊന്നും വിളിക്കലില്ല.
ആ ഉമ്മാന്റെ മനസ്സിന് ഇത്ര വിഷമുണ്ടാവും ചിന്തിക്കുക. അതുകൊണ്ട് ഫോൺ ചെയ്യുമ്പോ ഭാര്യക്ക് ചെയ്യുന്നത് പോലെ ഉമ്മാനെ വിളിക്കണം. ആദ്യം അവരെ വിളിക്കണം. അവരെ വിളിച്ചിട്ടൊന്നോളെ ഇട്ട് കൊടുക്കുന്നേ പറയാവൂ. അങ്ങനെ അവരെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുമ്പോ ഉമ്മാക്ക് തോന്നും അത് കോള് പറഞ്ഞിട്ടാ. അപ്പൊ ഈ അമ്മായിമ്മ പീഡനം പിന്നെ ആർക്കെതിരെ ഉണ്ടാകുക? സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുക. അതുകൊണ്ട് സൂക്ഷിക്കണം. കത്ത് എഴുതുമ്പോൾ അങ്ങനെ ഭാര്യക്ക് എഴുതുന്നു, അതോടൊപ്പം തന്നെ ഉമ്മാക്കും വാപ്പാക്കും കത്ത് വേണം. മാത്രല്ല അതിന്റെ കത്തിന്റെ കടലാസിന്റെ വലുപ്പം പോലും സൂക്ഷിച്ചിട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഭാര്യക്ക് 3-4 പേപ്പറും ഉമ്മാക്ക് ചെറിയൊരു കഷ്ണം. ആ ഉമ്മാനോട് വർത്താനം ചോദിച്ചാൽ എന്താ പറയാ? ഉമ്മ എന്തെല്ലാം നിങ്ങളെ മോന്റെ വിവരം എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് സുഖം തന്നെ അല്ലെന്ന് വെച്ച് ചെറിയൊരു കഷ്ണം കള്ളാസ് അയച്ചിട്ട് വിവരം കോളാകത്തില്ലാന്ന് അറിയുമ്പോ. കാരണം ഓള് 3-4 പേപ്പർ ഇട്ടു. എന്നാൽ അതുപോലെ ഒരു 4 പേപ്പർ ഉമ്മക്കുണ്ടായിക്കോട്ടെ. നിങ്ങൾ എഴുത്ത് തോന്നുന്നു ഇതാല്ലെങ്കിൽ വലിയ അക്ഷരത്തിലായിട്ട് എഴുതിയാൽ ഉമ്മക്ക് കണ്ണു കാണാനില്ലാന്ന് വിചാരിച്ചോളൂ ഉമ്മ. ആ രീതിയിൽ തൂക്കം ഒപ്പിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളെ കുടുംബ ജീവിതത്തിൽ കരട് കടിക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. വീട്ടിലുള്ളവരോടൊക്കെ വളരെ നന്നായി പെരുമാറുക. പിന്നെ ഭർത്താവിന്റെ ജ്യേഷ്ഠാഞ്ജന്മാരും സഹോദരിമാരും ഉണ്ടാവാം. ആ ജ്യേഷ്ഠാഞ്ജന്മാർ നിങ്ങൾ കന്യരാണ്. അവരെ പിന്നിൽ കയറിയിട്ട് നിങ്ങൾക്ക് യാത്ര പോകാൻ പാടില്ല. ആ ഭർത്താവിന്റെ പ്രായപൂർത്തിയെത്തിയ അനുജന്റെയോ ജ്യേഷ്ഠന്റെയോ പിന്നിൽ സ്കൂട്ടറുമല്ല യാത്ര പോകുന്ന പെൺകുട്ടികളുണ്ട്. അവരെ കൂടെ ഒറ്റക്ക് ആശുപത്രിയിൽ പോകുന്നവരുണ്ട്. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോരാൻ പറഞ്ഞേക്കുന്ന ഉമ്മമാരുണ്ട്. തിരിച്ച് കൊണ്ടാക്കാൻ പറഞ്ഞേക്കുന്ന ഉമ്മമാരുണ്ട്. ഉമ്മ, ഇത് തെറ്റായ സമീപനമാണ്. അള്ളാന്റെ റസൂല് നിരോധിച്ചിട്ടുള്ള സമീപനമാണ്. അതൊക്കെ ഒഴിവാക്കി വളരെയേറെ സൂക്ഷ്മതയോടെ തെറ്റിദ്ധാരണക്ക് സാഹചര്യമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, അതാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലുള്ള നാത്തൂൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ സഹോദരിമാർ, അവരായിട്ടാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുക. അതിന്റെയും മനഃശാസ്ത്രപരമായ കാരണം മറ്റൊന്നല്ല. അവളെ ചിന്ത എന്റെ ആങ്ങളല്ലേ, എന്റെ ആങ്ങളെ പിന്നെ ഇങ്ങനെ ഓക്ക് മാത്രമായി പോവാ, അങ്ങനെ തോന്നലുണ്ടാവരുത്. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങുമ്പോ അവിവാഹിതയായ ഒരു നാത്തൂൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ ഓക്ക് എന്തെങ്കിലും വാങ്ങണം. കാരണം നിങ്ങൾ അവളെ ആങ്ങളയല്ലേ. അതുകൊണ്ട് തന്നെ അവളോടുള്ള സ്നേഹം ഉണ്ടാവാൻ നിങ്ങൾ മുൻകൈയെടുത്തത് ഉപദേശിച്ചാൽ, ഇവരല്ലാത്ത ഭർത്താവാണെങ്കിൽ അയാൾക്ക് ഉപദേശിച്ചു കൊടുക്കണോ. അങ്ങനെ നിങ്ങൾ തൂക്കം ഒപ്പിച്ചു പോയാൽ കുടുംബത്തിൽ അല്ലലില്ല, അലട്ടലില്ല, പ്രശ്നങ്ങളില്ല. ഈ രീതിയിൽ കുടുംബത്തെ മാനമായി നയിച്ചുകൊണ്ടുപോകാനുള്ള ശേഷിയും പ്രാപ്തിയും സ്ത്രീകൾ ആർജിച്ചെടുത്താൽ സന്തോഷം നിറഞ്ഞ കുടുംബമായിരിക്കും അത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യത്തിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ചെങ്കിലേ സമ്പൂർണ്ണ സന്തോഷമുള്ള കുടുംബം ഉണ്ടാവൂ. മക്കള് കേടുവന്നു ബാക്കിയൊക്കെ റെഡിയാ, പിന്നെ എന്ത് നന്നായിട്ടെന്താ? നിങ്ങൾ ആലോചിച്ചു, വാപ്പ അയാൾ പള്ളിന്റെ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ മദ്രസന്റെ ഖജാൻജിയാണ്, ഈ നാട്ടിലെ SYS-ന്റെ നേതാവാണ്, ഇതൊക്കെ ശരിയാ. മക്കള് രാത്രിയായാലോ വാട്ടർ ലെവലില്ല, കാല് നിൽക്കുന്നത് അലിഫ്ലാം വൈദ്യ മാതിരിയാണ്. പിന്നെ നമ്മൾ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ആ കുട്ടികൾ നന്നാവാൻ വേണ്ടി നമ്മൾ അശ്രാന്ത പരിശ്രമം നടത്തണം. അവർക്ക് നല്ല ഉപദേശം കൊടുക്കണം. അവരെ SSF പോലുള്ള നല്ല സംഘടനകളുമായി ബന്ധപ്പെടുത്തണം. അതേ സമയത്ത് തന്നെ ദീന് അവരെ നന്നായി പഠിപ്പിക്കണം. അവരെ മദ്രസയുടെ കാര്യം, അതുപോലെ തന്നെ ദീനി ചിട്ടയുടെ വിഷയം, ഇതൊക്കെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മൾ പഠിച്ച് പരിശീലിപ്പിച്ച് അവരെ നല്ല കൂട്ടുകെട്ടിനോട് ചേർത്ത് കൊടുക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ ഏതൊരു മനുഷ്യനും അൽ മർഉ അലാ ദീനി ഖലീലിഹി, ആരോട് കൂട്ടുകൂടുന്നുവോ അവരുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലുമായിരിക്കും ഒരു മനുഷ്യനുണ്ടാകുക. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഹാലിലു, ആരോട് കൂട്ടുകൂടുന്നു എന്ന് ഏതൊരാളും വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാക്കന്മാരോട് ഞാൻ പ്രത്യേകം പറയട്ടെ, നാട്ടിലില്ലാത്തവരുണ്ടാകും. അവര് വിദേശത്താണെങ്കിൽ അവരെ മക്കളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. കുട്ടികൾ എന്താ പഠിക്കുന്നത്, വായിക്കുന്നത്, രാത്രി എവിടെ നിസ്കാരമുണ്ടോ, കൂട്ടുകാരായ ഈ വിവരമൊന്നുമില്ല. അവരിങ്ങനെ പണം അയച്ചു കൊടുക്കും. അവര് പലതും പറഞ്ഞ് കാശ് വാങ്ങുകയും ചെയ്യും. ചില കുട്ടികൾ വിവരമില്ലാത്ത വാപ്പിയൊക്കെ ആണെങ്കിൽ അവരോട് പറയും ടൈൻ്റെ അമ്പിൽ നിന്ന് പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈം വാങ്ങും ഒരു 500 റുപ്യ, വാപ്പിയായിരിക്കും എന്തോ ടെക്സ്റ്റ് ബുക്കാണ്. അങ്ങനെ പണം വാങ്ങിയിട്ട് ഇതൊക്കെ എന്തിനു ദുരുപയോഗം ചെയ്യുന്നു എന്ന് പോലും
ചിന്തിക്കാത്ത അറിയാത്തവരുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദേശത്താണെങ്കിൽ പോലും നിങ്ങൾ വീട്ടിലേക്ക് കത്തയക്കുന്ന സ്വഭാവം അത് നിലനിർത്തണം. ഫോൺ മാത്രം പോരാ, എല്ലാവരെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ നമുക്ക് കാശ് മതിയാവൂല. നാട്ടിലേക്ക് നിരന്തരം വരുന്നവരെ കയ്യിൽ കത്ത് കൊടുത്ത് ആ കത്തിലൂടെ നിങ്ങളെ കുട്ടിയൊന്ന് ഉപദേശിച്ചു നോക്കൂ, എന്തൊരു സന്തോഷമായിരിക്കും അവന്. ആ കത്തുമായ മദ്രസയിൽ പോകും, സ്കൂളിൽ പോകും, അത് പൊളിച്ച് അവരെ മുമ്പ് വായിക്കും. അതിൽ വാപ്പ ഉപദേശിച്ച നിർദ്ദേശങ്ങൾ അത് തീർച്ചയായും പാലിക്കും. ആ പിതാവിനോട് അവന് സ്നേഹം ഉണ്ടാവും. അതേ സമയത്ത് പലർക്കും നാട് വിട്ടുപോയ മക്കളായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ നാട്ടിലേക്ക് തിരിച്ചെന്നാൽ ആകെ 2 മാസം ഉണ്ടാകും. ആ 2 മാസം കൊണ്ട് കുട്ടികളുടെ പെരുമാറാനും ഭാര്യന്റെ അടുത്ത് നിൽക്കാനും കൂടി നേരം ഉണ്ടാവില്ല. അങ്ങനെ അവസാനം ബന്ധമില്ലാതെ, മക്കളുമായി യാതൊരു ബന്ധവുമില്ലാതെ അവസാനം അതാ ഇവര് വേർപിരിഞ്ഞു പോയി. അവസാനം ചോരൻ നീരും ഒക്കെ പറ്റി നാട്ടിലേക്ക് വന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ കൂടി ജാഗ്രത പുലർത്തുക, എങ്കിലേ നമ്മളെ കുടുംബം സന്തുഷ്ട കുടുംബമാകൂ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ, മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുട്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ മക്കൾ വരെ ഇന്ന് കള്ളിന്റെ അടിമകളാണ്, കഞ്ചാവിന്റെ പിടിയിലാണ്. അവരെ ആഡംബര ജീവിതം പരിശീലിപ്പിച്ചതിന്റെ പേരിൽ അതിനുവേണ്ടി പണം നേടിയെടുക്കാൻ എല്ലാ കുറുക്കുവഴികളും ഇസ്ലാം നിരോധിച്ച മാർഗങ്ങളും അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിൽ കാണുന്ന കുറ്റവാളികളിൽ സമുദായ മെമ്പർമാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീഷണമാം വിധം നമ്മുടെ സമൂഹത്തിലെ യുവതലമുറ, പ്രത്യേകിച്ച് കുരുന്നുകൾ വഴിതെറ്റുന്ന കാഴ്ചപ്പാട് കാണുമ്പോൾ നമ്മൾ അതിനെതിരെ കണ്ണടച്ചു നിന്നുകൂടാ, ജാഗ്രത പുലർത്തണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കൂടി കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ, എല്ലാ മനുഷ്യർക്കും ഇവിടെ ജനിക്കുന്നത് നന്നാവാനുള്ള പ്രകൃതിയോടെയാണ്. എന്നാൽ ഫഅബവാഹു യുഹബ്ബിദാനി വയുനസ്റാനിഹി വയുമജ്ജിസാനിഹി, അവന്റെ ഉമ്മയും ബാപ്പയും ചേർന്നാണ് അവനെ വിവിധ മതക്കാരനും വിവിധ ഇസക്കാരനും ചിന്താഗതിക്കാരനുമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് മക്കൾ കേടുവരുന്നതിലും നന്നാവുന്നതിലും. ആ മക്കളെ നേർമാർഗത്തിലേക്ക് തിരിച്ചുവിടാനും നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് മതവിദ്യ നൽകുക, ഭൗതിക വിദ്യാഭ്യാസവും നൽകുക. രണ്ടും ഒന്നിച്ച് നൽകി നാടിനും കുടുംബത്തിനും നാട്ടാർക്കും ഫലപ്പെടുന്ന മക്കളാക്കി വളർത്താൻ പരിശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അർഹമർ റഹീമിനായ റബ്ബേ, നമ്മുടെ ഈ നല്ല ഈ പരിപാടി കബൂലാക്കണം റഹ്മാനെ. എല്ലാവർക്കും ഫലപ്രദമാകുന്ന രീതിയിൽ ഇത് നീ ഗുണകരമായ രീതിയിൽ ഇത് നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.